ഹലോ ഗൈസ്, എല്ലാവരോടും ബയോറിടുന്ന് ഞങ്ങൾ അങ്ങോട്ട് അറിയുവാണത് അൻഷികന്റെ അഫ്നന്റെ നിക്കാഹാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് പോവാണ്. ഓനെ കൊണ്ടാവാത്തോണ്ട് മുഖം വീർപ്പിച്ചിരിക്കാണ് റഹാനഷ്മി. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. മഴ അതിനെ കൂടെ നമ്മൾ സ്കൂട്ടി എടുത്തില്ല, കാർ എടുത്തു. അല്ലാക്കറിയാം എവിടെത്തോ എന്തോന്ന്. കാരണം ഞാൻ ഓളെ കൂടെ ആദ്യമായിട്ടാണ് കാറിൽ ഒറ്റക്ക് പോണത്. ഉമ്മല്ലാണ്ട് തന്നെ ഉമ്മ പറഞ്ഞു ഓളെ കൂടെ മുന്നിലിരിക്കണം, കാരണം ഓളെ ഒറ്റക്കാണെന്നുള്ളത്. പക്ഷെ എനിക്ക് പേടിയാണ് മുന്നിലിരിക്കാൻ, അത് ആര് കൂടെ ആയാലും. ഇടവണ്ണപ്പാറോടെ വെച്ചിട്ടേനും പരിപാടി. മഴക്കാറും അത്യാവശ്യം ഞങ്ങൾ വിചാരിച്ചു കാർ എടുത്തത് നന്നായി എന്നല്ലെങ്കിൽ മയത്ത് പേടി. അങ്ങനെ ഒരു ചെറിയ നീണ്ട ഇടവേളകൾക്ക് ശേഷം ഞങ്ങൾ അവിടെ എത്തി. ഓൾമോസ്റ്റ് എല്ലാവരും എത്തി തോന്നുന്നുണ്ട്. പോയപ്പോ തന്നെ ഞങ്ങൾ പൊന്നൂനേനും ആദ്യം തന്നെ കണ്ടു. ഞങ്ങൾ അവിടെ എത്തിയപ്പോ വിചാരിച്ചു എല്ലാവരും വന്നിട്ടാണ് ഞങ്ങൾ എത്തിയെന്ന്. കാരണം ഓൾമോസ്റ്റ് എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാസർഗോഡ് നിന്ന് വരുന്ന യൗപ്പ് വരെ നേരത്തെ എത്തിന്നിട്ടാ ഞങ്ങൾ എത്തിനവാ. അത് കഴിഞ്ഞ് ലാമത്തി ആഷിക്ക് അവസാനിക്ക് ഓരെല്ലാരും വന്നിട്ടോ. അപ്പള പിന്നെ ഫുള്ള് ബിസിയിലാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഉമർ ബിൻ ഷെറിന് ഓനൊറ്റയ്ക്കേനും വന്നീനെ, പെങ്ങന്മാരും ഉമ്മയൊന്നുമില്ല. ഇവനും പിന്നെ എല്ലാവർക്കും അറിയാൻ മതിയാവും, കാരണം പാട്ടുകാരനാണ് ഷാമില്. നീലക്കുയിലെ പോലെ ഞാനും കണ്ടുപിടിച്ചു നമ്മളെ ഷുഗർ ഫിൽസിന്റെ ആളെ. ഞങ്ങൾ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലേക്ക് കയറി നോക്കിയപ്പോ ഡഫ്ന അവിടെ സ്റ്റിൽ വെയിറ്റിംഗിലാണ് സ്റ്റേജിൽ കയറാൻ. അങ്ങനെ പിന്നെ ഓളോട് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് മുക്കിയപ്പോഴേ അങ്ങനെ പിന്നെ ഫുഡ് തിങ്ങി. പിന്നെ ഒന്നും വേണ്ടിയല്ലോ, വേഗം തിന്നട്ടെ. പിന്നെ എന്റെ ഷമീർ റോജു ആശു ഓരൊക്കെ ഫുഡ് കഴിക്കാൻ അവിടെ വന്നിരുന്ന് തിന്നായിരുന്നു. കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഓരോ കഥ പറച്ചിലാണല്ലോ. അവസാനക്ക് എന്തൊക്കെ പറയുന്നുണ്ട്. ഷമീർക്കാണെങ്കിൽ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഇംതിയാസ്ക്കും ഭയങ്കര തള്ളിൽ തന്നെയാണ്. ഇത് ഇംതിയാസ്ഖാന്റെ മോനാണ്. ഓൻ പിന്നെ ഇപ്പൊക്കെ സപ്പോർട്ടായിട്ട് ക്യാമറയും കൊണ്ട് നടക്കുന്നുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ച് ചെയ്യാനായപ്പോഴേക്കും നൗഫൽക്കും വൈഫും വന്ന്. അത് കഴിഞ്ഞപ്പോ തന്നെ പിന്നെ സിനാൻക്കും വൈഫും വന്ന്. പിന്നെ നമ്മള് കൈ വാഷ് ചെയ്യാൻ പോയപ്പോണ്ട് ബിടെക് വായ ഇവരെല്ലാരും ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ പിന്നെ ഓരോടൊക്കെ ബൈ അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ മെല്ലെ താഴേക്ക് ഇറങ്ങി. താഴെ പോയപ്പോഴാണെങ്കിലോ അൻഷിന്റെ അഫ്നന്റെ എൻട്രിക്ക് വെയിറ്റ് ചെയ്യാണ് എല്ലാരും. ടിപ്പ് പിന്നെ ഡിപ്രഷൻ അടിച്ചിക്ക. ഞാനിനി എന്നാണാവോ ഇങ്ങനെ ആലോചിച്ചിട്ട്. ഞാൻ മഞ്ഞടാഞ്ഞ നന്നായി, കാരണം ഷാജുക്ക് ഷിഫാനി എല്ലാരും മഞ്ഞ തന്നെയാണ്. ഇപ്പൊ എല്ലാരും കൂടെ മഞ്ഞിട്ട് കഴിഞ്ഞാൽ അവിടെ ഹൽദിയാവും. ഞങ്ങൾ താഴെ എത്തി കഴിഞ്ഞതിന് ശേഷം ഇവര് പിന്നെ എത്തിയത്. പിന്നെ ഫൈജുക്കി എത്തി. കുറച്ച് ലേറ്റ് ആയെങ്കിലും പിന്നെ ജിൽഷാദിക്കും വന്ന്. അങ്ങനെ പിന്നെ എല്ലാരും വെയിറ്റ് ചെയ്ത് ആ എൻട്രി എത്തി. അഫ്നന്റെ എൻട്രി ആണ് ഇപ്പോ. അതൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ അസിൻ വെള്ളിലിന്റെ പാട്ടുണ്ടേ. അത് കഴിഞ്ഞ് പിന്നെ അൻഷിക്ക് പണി കൊടുക്കാനും വേണ്ടി ബിങ്കോ കൊണ്ടുവന്നത് കണ്ടു. പോണ വയ്യ നമ്മളാരും കണ്ടില്ല. എല്ലാരോടും ബായ് പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ വരാൻ നിൽക്കുമ്പോഴാണ് റിസ്വാൻ വരുന്നത്. ഓൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. പിന്നെ ഓനോടും ബായ് പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ കയറാം. അങ്ങനെ പിന്നെ ആടുന്ന എല്ലാവരോടും ബായ് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിൽ പോകണം. അപ്പൊ ഇത്രയുള്ളൂ. അപ്പൊ ഓക്കെ, ബൈ ഗൈസ്.